ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലായ മോംസ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം ഞാൻ ഫസ്റ്റ് ടൈം മുതൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആ വീഡിയോസ് പോകും. അതിൻ്റെ കൂടെ തന്നെ ക്രോഷറ്റ് അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പഠിപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ആഡ്സ് കണ്ടിരുന്നു. അതിൽ മാസം 500 രൂപ ഫീസോടുകൂടി ഈ ക്രോഷറ്റിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കുറച്ച് വീട്ടമ്മമാർ കാണുമല്ലോ, അത്രയും തുകയൊന്നും കൊടുക്കാനില്ലാത്തവരും ഈ ക്രോഷറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എനിക്കാവുന്ന വിധത്തിലുള്ള സ്റ്റിച്ചിങ്ങും എനിക്കറിയാവുന്ന പോലെയുള്ള നോട്ട്സുകളെല്ലാം പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഈ ക്രോഷറ്റിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഞാനത് ഇനി പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ചെയ്ത കുറേ വർക്കുകൾ ഉണ്ട്. അതായത് ഷൂസ്, കുഞ്ഞു ഉടുപ്പ്, സോക്സ്, തൊപ്പി, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ടും ഇതുപോലെ പല ഐറ്റംസും ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മൾ പല വീഡിയോസും കാണുമ്പോൾ ഈ ക്രോഷറ്റിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയൊരു സംഭവമാണ്, ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്രോഷറ്റ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഉപകാരപ്പെടുന്ന പല സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന തൊപ്പി, കമ്പിളിത്തൊപ്പി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. നമ്മളത് വിലയ്ക്ക് മേടിക്കും. വേണമെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ലാഭിക്കാം. പിന്നെ സെറ്ററിൻ്റെ പാൻറ്റ്, അങ്ങനെയുള്ള പല ഐറ്റംസും, പിന്നെ നമ്മൾ ലേഡീസ് ഇടുന്ന ടോപ്പുകൾ വരെ നമുക്ക് ഈ ക്രോഷറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഭിത്തിയിലൊക്കെ തൂക്കുന്ന വാൾ ഡെക്കറേഷന് വേണ്ടിയുള്ള അലങ്കാരപ്പണികളെല്ലാം നമുക്ക് ഈ ക്രോഷറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ഈ ക്രോഷറ്റ് കൊണ്ട്. അത് മാത്രമല്ല, നമ്മളിത് സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന് അഡിക്റ്റായി പോകും. അഡിക്റ്റ് ആകാമെന്ന് വെച്ചാൽ അത് ഒരു നെഗറ്റീവല്ല, പോസിറ്റീവായിട്ടുള്ളൊരു വൈബായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഫ്രീ ടൈമുകളിൽ നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഫോണിൽ നോക്കുന്നതിലും ഉപരിയായിട്ട് നമുക്ക് ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ ക്രോഷറ്റ് പഠിക്കുന്നതിന്. അപ്പോൾ ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം. അതായത് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞ് പല ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഏതായാലും എനിക്ക് വേണം. എങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും വീഡിയോ ഇടാൻ എനിക്ക് പറ്റത്തുള്ളൂ. അധികം താമസിക്കാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുവാൻ വേണ്ടി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാനും മറക്കരുത്. ടാറ്റാ.